അലിഫിന്റെ പൊരുളായ നാദനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. യാ റഹീമല്ലാഹ് യാ റസാഖല്ലാഹ് യാ റഫീഖല്ലാഹ് യാ റഊഫല്ലാഹ് കാരുണ്യക്കടലായ നാദനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. യാ റഹീമല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോക്കൊക്കെ ലൈക്ക് കൊടുക്കുക എല്ലാവരും ഒന്ന്. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അഫ്സു വ്ളോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഈ കോഴിക്കളെ തീ നിങ്ങോട്ട് വലിച്ചിടാൻ പറ്റൂല. മറ്റേ കോഴിയുടെ മുട്ടറ്റ പൊരുത്തിന് വെച്ച് കൊടുക്കാതെ രണ്ട് കോഴിക്കൾ കെട്ടി മറിഞ്ഞ് കെടുക്കന്നെ. ആ പോയാ ആ പോയിക്കണാ. എത്ര ആയി അറിയാം. മുട്ട വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. മുട്ട കാക്കച്ചെത്തി കൊണ്ടുപോവുകയാണ്. പൊരുത്തിന് വെച്ച് കൊടുത്ത് കാക്കച്ചെത്തി കൊണ്ടുപോവുക. അപ്പം ഇനി മഴക്കാലൊക്കെ ഉണ്ടാവട്ടെ എന്നിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു നീച്ചുകൊണ്ട് പരിപാടിയില്ല. അപ്പോൾ മക്കളെ മഴക്കാലൊക്കെ തുടങ്ങണുള്ളൂ. അപ്പോൾ അതിന് പുല്ലുകൊണ്ട് പുല്ല് നിറച്ച് കിട്ടും. അപ്പോൾ ഇവിടെ കൊട്ടത്താളം ഇങ്ങോട്ട് കെട്ടി കൊടുക്കേറ്റേ ഇവിടെ കാര്യമായിട്ട് വാനൊന്ന് മേലെ കൊടുക്കുക. അങ്ങനത്തെ ഓരോരോ പണികളെ ഈ പൈപ്പ് തുറക്കുമ്പോൾ എടുക്കലുള്ളൂ. അപ്പോൾ ആ വെള്ളം ആ പൂലിങ്ങനെ തട്ടിയിട്ടേ ഇവിടെ നല്ലോണം പുല്ല് അങ്ങോട്ട് മുളച്ചൊക്കെ ഇപ്പോൾ തന്നാണ് പറിച്ചിട്ട് ഒത്തത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ എന്നിട്ടാണ് കല്യാണമൊക്കെ ഉണ്ട്. നമ്മളെ പള്ളിക്കലെ അയൽവാസിൻ്റെ കൂടെ കല്യാണമാണ്. പള്ളിക്കലെ മുക്രീൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനൊന്ന് പോകണം. നേരത്തെ ഒന്നും പോകണില്ല, ആക്കത്തിൽ തന്നെ പോകണുള്ളൂ. പുതിയ വരാൻ നേരം കണ്ടൊക്കെ പോകാനാണ് ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ കഴിച്ചണം. അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു പൊറുതേട് ഇത്രയൊന്നും ആകാൻ കാത്തിക്കല്ല ഞാൻ. ഓരോന്ന് മുളക്കുമ്പോഴത്തിനൊക്കെ പറിച്ചെടുക്കലാണ്. ഇതിപ്പോൾ കുറേ ആയി ഓരോരോ പണിയുണ്ടേ. ഒഴിവ് കിട്ടിയിട്ടില്ല. കുറച്ച് സ്ഥലമുള്ളൂ, മിറ്റൊക്കെ ഉള്ളൂ ഒക്കെ പറയാം എല്ലാവർക്കും. ഒന്നാരും ഇനിയിച്ചിട്ടുണ്ട് മെനക്കെടണ്ടേ. വെള്ളം തൊട്ടണോടത്തേ ആണിപ്പോൾ അത്. അത് അത്രയൊന്നും ഉണ്ടാവലില്ല. കേൾക്കാൻ മിറ്റം കണ്ടില്ല ഞങ്ങൾ. അന്നാന്ന് ഇങ്ങോട്ട് നുള്ളി എടുക്കണം. എന്നാൽ പിന്നെ ഇത്ര ഭാരം വരില്ല. കാണുമ്പോൾ ഒരു വൃത്തികേടാണ് ഇതൊക്കെ. കല്യാണത്തിന് ഓലാരും പോരുന്നില്ല, കുഞ്ഞാണിയും പോരുന്നില്ല. ഞാനും റിസും കൂടി ഒന്ന് പോയിക്കാണ്ട് റിസു ഉറങ്ങിച്ചിട്ടൊക്കെ വേണം. ഓനെ ചോറ് കൊടുത്ത് ഉറക്കി. വൈകുന്നേരം അസറാക്കം ആവും പുതിയണ്ണ വരാൻ. നിക്കാഹൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ആ പുതിയണ്ണ വരുന്ന വരവ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ലൈവ് ഇട്ടീനല്ലോ അല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ആൾ കേട്ടോ. അപ്പോൾ നമ്മളെ ഫൗസിയൊക്കെ ഇന്നലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കണേ. നമുക്ക് ലൈവ് കിട്ടണില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താ ലൈവ് കിട്ടാത്തതിൻ്റെ. ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങളെ വൈഫൈ കട്ടായതാണോ എന്നൊക്കെ ഞാൻ കരുതിയത്. എന്താ എൻ്റെ ഫോണിൽ കിട്ടണില്ലല്ലോ, എന്താ പഞ്ഞി കാട്ടുക പിന്നെ ഒക്കെ ചോദിച്ചാൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഇവിടെ ഒരു കുഴപ്പമില്ല. എല്ലാവരും എന്നെ ചോദിച്ചിരുന്നു ചക്കപ്പൊരിയൊക്കെ തിന്നുകാണ്ട്. ഓള് ചക്ക പൊരിച്ചലായിരുന്നു തലേന്ന് ലൈവ് ഇട്ടപ്പോൾ. ചക്ക പൊരിച്ചും കൊണ്ടാണല്ലോ ലൈവ് കണ്ടീൻ്റെ. ചക്കപ്പൊരിയൊക്കെ തിന്ന് മയങ്ങിയോ എന്നൊക്കെ ചോദിച്ചു നമ്മളെ നീച്ചൂസൊക്കെ. അപ്പോൾ പിന്നെ ഇന്ന് പറഞ്ഞു ഫോൺ കിട്ടാത്തതുകൊണ്ടാണ്. വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ലൈവ് കാണാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ വരാതെ എന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർ വരാതെ നിൽക്കുമ്പോൾ ആർക്കായാലും ഉണ്ടാവില്ല അല്ലേ, ചോദിച്ചോലോ. അപ്പോൾ അതാണ് പറഞ്ഞാണ്ടേന്ന് പറയുള്ളൂ. എന്തുണ്ടാക്കണേ? പന്തുണ്ടാക്കണത് പത്തിരിൻ്റെ അതൊക്കെ കഴിഞ്ഞു. അയാൾക്ക് രാവിലെ അല്ലേ പത്തിരിയൊക്കെ ചുട്ടീൻ്റെ. ഇജെവിടെ കൊണ്ടിട്ടീൻ്റെ? ഇന്നലത്തെ ആ മൈദ ചപ്പാത്തിൻ്റെ ഉണ്ടയാണ് ചോദിച്ചത്. ഈ സൈഡ് മാത്രപ്പാണ് പറിച്ചെടുക്കുകയാണ്. ഓരോരോ സൈഡ് മൂന്ന് പുറമല്ലേ ഉള്ളത്, 4ാമത്തെ പുറമില്ല. അവിടെ ചുമരല്ലേ. ഇത്രയാണെങ്കിൽ നല്ലോണം പറിച്ചാണ്ടിട്ടാ. ഇന്നിപ്പോൾ ഇവിടെയാണ് പറിച്ച മൈവനാക്കട്ടെ. പിന്നെ ഒരു ദിവസം ഇന്നിപ്പോൾ സീനൊക്കെ ഉള്ളതുകൊണ്ടേ
കുറച്ചൊക്കെ ഓള് അകടിച്ചേരലും തുടക്കലൊക്കെ ഓള് കഴിച്ചും. അപ്പോൾ പിന്നെ അങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങാം. അല്ലെങ്കിൽ എല്ലാം വേണ്ട എത്തുക. പിന്നെ വെയിലായി ഇറങ്ങാൻ കജ്ജൂല്ല. ശരി എടുക്കട്ടെ. ചോറ് വെച്ചൂടെ റീസുവാ? ചോറ് വെച്ചിട്ടാ ഇച്ച് കല്യാണത്തിന് പുതിയെണ്ണ കാണാൻ പറ്റില്ല. എപ്പളേ? ഇപ്പഴല്ല, നീ ഉറങ്ങിച്ചിട്ട് ഞാൻ പോണ്ട്. ഇപ്പൊ തന്നെ പോണേ. ഞാൻ ചോറും ഇവ വെച്ചോ. കല്യാണത്തിന് പോണ നേരാണ് മക്കളെ. ഇപ്പൊ 1:30 മണിയായി. ഞങ്ങൾ ചോറ് കഴിച്ചാണ്. കല്യാണം ഉണ്ടാകുമ്പോ ചോറ് കഴിച്ചാണ് വിചാരിച്ചിട്ടുണ്ടാവൂലേ? കല്യാണത്തിനൊന്ന് വെച്ചാൽ പോലെന്ന് കരുതുണ്ടാവും ഇപ്പൊ നിങ്ങള്. പക്ഷെ കല്യാണത്തിന് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ 2 മണി ആകുമ്പോഴത്തേനും ഇപ്പൊ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പോരും വേണം, ഉറങ്ങും വേണം. അപ്പൊ എനിക്ക് ബുധനെ കാണാൻ പറ്റൂല. എനിക്ക് ബുധനെ കാണും വേണം. അപ്പൊ ഞാൻ എന്ത് കാട്ടിയത് അറിയോ? ചോറ് പെടുന്ന വെച്ചാ ഞാൻ കല്യാണം പോയാലും വെറുംചോറിനെ വെച്ചല്. പിന്നെ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്ത്, അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ട് ഓന് ഉറങ്ങി നീച്ചിട്ട് പുതിയെണ്ണ വരാൻ നേരം കണ്ടിട്ട് പോകാന്ന് കരുതിക്കുകയാണ്. അപ്പൊ നമ്മളെ മുരിങ്ങാക്കോലൊക്കെ നല്ലോണം കറി വെച്ച് കൂട്ടുകയാണ് ഇപ്പോ. ഫുള്ള് പാരേ. എന്നാ ഞാൻ പോകണം. എന്നെ കാത്തുക്കാൻ നേരല്ലേ കേട്ടാ. വയസ്സന്മാര് കുത്തർന്ന് കുളിച്ചണമായി. ഇങ്ങനെ കുത്തർന്ന് കുളിച്ചണ് നിൽക്കാൻ വെച്ച എനിക്ക്. പാര ജലദോഷം പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അടി കിട്ടണം എനിക്ക്. നീ മതി, നീ ചാടാ. കല്യാണത്തിന് പോകാ? വേങ്ങരല്ലേ കല്യാണോ? ബാങ്ക് കൊടുക്കണ കാക്കാന്റെ കല്യാണം. രണ്ടവന്റെ ഘടകവളെ കൊള്ളില്ല. അപ്പൊ ഞാൻ പിന്നെ 3 പവന്റെ സോപ്പിട്ട് കഴിക്കേണ്ടി വരൂട്ടാ. എന്നാലേ കൊള്ളുള്ളൂ. കല്യാണല്ലേ, അപ്പൊ സ്വർണ്ണങ്ങളൊക്കെ ഇടാൻ പോകാൻ പറ്റുമോ? പിന്നെ സാധാരണ ഇടുന്നത് നമുക്ക് അലർജിയാണ്. അപ്പൊ പിന്നെ കല്യാണത്തിന് മാത്രമേ, പരിപാടിക്ക് മാത്രമേ സ്വർണ്ണൊക്കെ ഇടുള്ളൂ. അനക്ക് കൺമശീരണ കൺമശീരണ ഒറ്റക്കിടാൻ പറ്റില്ല. ഒറ്റക്കിട്ടപ്പോ ആകെ അരിപ്പാവും. ഞാൻ കുളിപ്പിച്ചേണ്ടി വരും. ചിമ്മച്ചിനെ എതിർത്തോണ്ട ആ തൊപ്പി ഇട്ടോണ്ട. ഇവിടെ അടുത്തന്നെ ഉണ്ടാ കല്യാണം. അതാണിപ്പോ പിന്നെ അങ്ങനെ മാറ്റി അങ്ങനെ പോകാനൊന്നുമില്ല. പിന്നെ പുതിയ വരുമ്പോ കാണാൻ പോവുക, അത്ര ഉള്ളു. ഇപ്പൊ ഞാൻ പിന്നെ ഇവിടെ വെച്ചാൽ പിന്നെ വെച്ചതാണ്. വാച്ച് നമുക്ക് വാങ്ങണം. ആ വാങ്ങണം, നമുക്ക് വാങ്ങണം കേട്ടാ. ഓനിപ്പോ വാച്ച് ആണല്ലോ കല്യാണത്തിന് പോകുമ്പോ വാച്ച് കാണാ. പാവന്റെ കുട്ടിക്ക് വാച്ച് ചെയ്യും കൊടുക്കണം കേട്ടാ. പാവന്റെ സിനൂര് കണ്ടിട്ടാ അമ്മ വായി തന്നിട്ടാ. നമ്മൾ കുഞ്ഞാപ്പനോട് പറയണട്ടാ. അത് പോയട്ടാ. കല്യാണത്തിന് പോണേ.